നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ കമല മാഷിനോട് പറഞ്ഞു, മാഷെ അവരെവിടെ എന്താണെന്നും അറിയത്തില്ലോ, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് വേദമോളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അറിയാൻ സാധിച്ചേക്കും അവരെങ്ങോട്ടാ പോയെന്നുള്ള കാര്യം. അത് കേട്ട് കഴിയുമ്പോൾ മാഷ് പറഞ്ഞു, അല്ല വിളിച്ചാലിപ്പോൾ അവർ കോളെടുക്കണം എന്നൊരു നിർബന്ധമില്ല, ചിലപ്പം അവർ വേറെ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ, എന്നാലും ഒന്ന് വിളിച്ചു നോക്കും മാഷെന്ന് പറഞ്ഞു. ഒടുവിൽ വേദയുടെ നമ്പറിലേക്ക് മാഷ് വിളിക്കുവാണ്. ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനായി കമലയ്ക്ക്. കമല പറഞ്ഞു, മാഷേ ഇനി അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുക, അവരെങ്ങാനും ഇനിയിപ്പോൾ ആരെങ്കിലും പിടികൂടുമോ എന്ന് ചോദിച്ചു. നീ ധൈര്യമായിട്ടിരിക്കുക കമലെ, എന്തിനാ സങ്കടപ്പെടുന്നേ? വേദയുടെ കാര്യം അറിയാലോ, ഇത്ര ദിവസം വിക്രത്തിന് നല്ല പൊന്നുപോലെ നോക്കിയില്ലേ, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അവളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് എന്ത് സംഭവിച്ചാലും വിക്രത്തിനൊന്നും സംഭവിക്കില്ലെന്ന്, അല്ലെങ്കിലും വിക്രത്തിനും വേദയ്ക്ക് ഒന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പ്രാർത്ഥിക്കുവാണ്, എൻ്റെ ഭഗവാനെ ഒരാപത്തും കൂടാതെ അവർ സേഫ് ആയിരിക്കണേ, സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നതോടും വരെ അവർക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലെന്ന്. അത്രയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. ഇനി എങ്ങനെ എന്താണെന്നും അറിയത്തില്ലോ, ഒരു പക്ഷേ ഈ പറയുന്ന കള്ളന്മാരുടെ മുന്നിലേക്ക് അവർ ചെന്ന് ചാടുന്നെങ്കിൽ അവർക്ക് ആപത്ത് ഉറപ്പാണ്. ഈ പറയുന്ന പുളിക്കനെയും വരുണിനെയൊക്കെ കൊന്നവര് ഇവരെയും വെറുതെ വിടത്തില്ല, ഇവരെയും പിന്തുടരുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആ സമയത്ത് പത്മ എന്നിട്ട് ശങ്കരനാരായണോട് പറഞ്ഞു, ശങ്കരേട്ട എങ്ങോട്ടാ വേദ പോയെന്നറിയത്തില്ലോ, അവൾക്കിനി എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് ചോദിച്ചു. ഏയ് ഒരിക്കലും ഇല്ല പത്മം, ആ കാര്യത്തിൽ നീ പേടിക്കണ്ട, വേദയാണ് ആള്, അറിയാലോ. വേദയുടെ ദൃഢനിശ്ചയത്തെക്കുറിച്ചൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. അവളൊരു കാര്യം തീരുമാനിച്ച തന്നെയാണ്. പക്ഷെ നമുക്കാണ് അബദ്ധം പറ്റിയത്. നമ്മൾ അവളെ ഇത്രയും കാലം ഗവനിച്ചില്ല, കാരണം അവളാണ് തെറ്റ് ചെയ്യുന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അത്ര സ്നേഹിച്ച് അവനെ നമ്മൾ കൂടെ കൊണ്ടുവരുന്നതല്ലേ, എന്നിട്ടോ അവനൊടുവിൽ ചതിച്ചില്ലേന്ന് ചോദിച്ചു. പത്മ പറഞ്ഞു, അല്ല അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചോ ശങ്കരേട്ട നമ്മൾ? എന്നാലും അവൻ എങ്ങനെ തോന്നി വേദയോട് ഇതൊക്കെ ചെയ്യാനായിട്ട്? സ്വന്തം കൂടപ്പുറപ്പല്ലേന്ന് ചോദിച്ചു. കൂടപ്പുറപ്പ് പണത്തിന് മുന്നിൽ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ലെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. പത്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ശ്രീകാന്ത് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല, അത് സ്വന്തം പെങ്ങളോട്. ഒടുവിൽ അവൻ കൊല്ലാൻ പോലും ശ്രമിച്ചു. അതൊക്കെ ഓർക്കുമ്പോൾ സഹിക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക്. ഇതേ സമയത്ത് വേദയും വിക്രവും ഒക്കെ രാജാക്കാടിന് പോകാനായിട്ട് ഒരുങ്ങുവാണ്. അങ്ങനെ സജീവൻ വന്നിട്ട് അവരെ ചരക്കുരോറിൽ അടുത്തെത്തിച്ചു. പിന്നീട് ഡ്രൈവറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് വേദയോടും വിക്രത്തോടും പറഞ്ഞു, അതെ ധൈര്യമായിട്ട് പോയിക്കോ, ഇനി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ അന്വേഷിച്ച് ആരും വരാനും പോകുന്നില്ല, നിങ്ങളെ ആർക്കും പിടികൂടാനും പറ്റില്ല, പിന്നെ അറിയാലോ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ലോറിയിലേക്ക് കയറി. ഈ സമയത്തൊക്കെ അനിയൻകുട്ടനും വല്ലാതെ പിറയ്ക്കുന്നുണ്ടായിരുന്നു. അനിയൻകുട്ടനും പേടി അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഓരോന്നൊക്കെ ഇനി പിച്ചും പയ്യും പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവരങ്ങനെ പോവുകയാണ്. രാത്രി സമയത്തായിരുന്നു പോകുന്നത്. കാരണം ചരക്ക് ലോറി ആയതുകൊണ്ട് ആരും അങ്ങനെ പിന്തുടരാനൊന്നും പോകുന്നില്ലോ. പിന്നെ നേരം വെളുക്കാറായി കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവർ രാജാക്കാട് എത്തുന്നത്. ശരിക്കും നേരം പരവരാ വെളുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡ്രൈവർ പറഞ്ഞു, അതെ ഇവിടെ നിന്നോ, കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങളെ കൊണ്ടാവുള്ള ജീപ്പ് വരും. കാരണം സജീവൻ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലമൊന്നും അത്ര പരിചയവും കാര്യങ്ങളൊന്നും വേദയ്ക്കും വിക്രത്തിനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരവിടെ ഇറങ്ങി. ഈ സമയത്ത് അനിയൻകുട്ടൻ വല്ലാത്തൊരു വെപ്രാളത്തിലായിരുന്നു. ചുറ്റും നോക്കുവാണ്. അനിയൻകുട്ടനെ വിക്രം എടുത്തു. പിന്നീട് വിക്രം അനിയൻകുട്ടനോട് പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഇല്ലേ, എന്തിനാ പേടിക്കണേന്ന് ചോദിച്ചു. പിന്നീട് വേദയോട് പറഞ്ഞു, ബാബു നമുക്കൊരു ചായ കുടിക്കാന്ന് പറഞ്ഞു. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ പോയി ചായ കുടിക്കുകയാണ്. ഈ സമയത്ത് ചായക്കടക്കാരൻ ചോദിച്ചു, അല്ല ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലോ, പുതിയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതെ ഞങ്ങളിവിടെ അടുത്തൊരു സ്ഥലത്ത് വരെ വന്നാണ്. കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാനും പോയില്ല. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഗീർവറീസ് ജീപ്പുമായിട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഗീർവറീസ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സജീവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ട് ചോദിച്ചു, വിക്രം അല്ലേന്ന് ചോദിച്ചു. അതെ. ഗീർവറീസ് ചേട്ടനാണോ? അതേന്ന് പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു, അവരെ വിളിച്ചുകൊണ്ട് ജീപ്പിനടുത്തേക്ക് പോവാണ്. അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ജീപ്പിലേക്ക് പോയി യാത്ര തുടരുവാണ്. ഈ സമയത്ത് ശ്രീനിവാസന്റെ അടുത്ത് നിന്ന് സജീവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന CAയും കൂട്ടരും വന്നിട്ട് രാജേട്ടനെയും ജോസഫിനെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി. സാക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. പോലീസ് സ്റ്റേഷൻ എത്തിക്കാതെ വേറെ എങ്ങോട്ടാണോ കൊണ്ടുപോയിരിക്കുന്നത്. ശ്രീനിവാസൻ പറഞ്ഞു, അതൊരു കുടുക്കാണല്ലോ സജീവ എന്ന് പറഞ്ഞു. അത്
ശ്രീനി സാറേ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഒരു പക്ഷേങ്കിൽ വരുണിനെ പുളിക്കനെ ഇല്ലാതാക്കിയ കൊലയാളികളാണോ ഇതിൻ്റെ പിന്നിലെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് ഈ CI സാറിന് ബന്ധമുണ്ടായിരിക്കും. അതുകൊണ്ട് അവരെ രക്ഷിക്കണം ശ്രീനി സാറേ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, ഒരാപത്തും വരാൻ പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കുക, എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ആ സമയത്ത് സജീവൻ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അനിയൻകുട്ടനെ ഇല്ലാതാക്കാനായിരിക്കും അവർ വന്നിട്ടുണ്ടായിരിക്കുക. അനിയൻകുട്ടനെ കൈ കിട്ടുവാണെങ്കിൽ തീർത്ത് കളയാനായിരിക്കും. അവരെ അനിയൻകുട്ടനെ കിട്ടാത്തന്നെ വന്നതിനൊരു ദേഷ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനാണോ പിടിച്ചുകൊണ്ട് പോയെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ശ്രീനിവാസൻ എന്ത് ചെയ്തു, തൻ്റെ ഗുണ്ടകളെയൊക്കെ വിളിക്കുകയാണ്, ചിങ്കിടികളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. അതിനുശേഷം ശ്രീനിവാസൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ചെന്ന് CIയെ കാണുന്നുണ്ട്. CIയെ കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. CI പറഞ്ഞു, അത് പിന്നെ സാർ എൻ്റെ അടുത്ത് കള്ളത്തിനൊന്നും പറയണ്ട, അവിടുന്ന് സാർ അവരെ കൊണ്ടുപോയിട്ടുണ്ട്, എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് മാത്രം പറഞ്ഞാൽ മതി, സാക്ഷികളൊക്കെ ഉണ്ട്, സാറിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാറിനെ കൊണ്ട് പറയിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം CI പറഞ്ഞു, അല്ല അവരെ ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു വിട്ടല്ലോ എന്ന് പറഞ്ഞു. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ലല്ലോ, പിന്നെ സാർ എവിടെ വെച്ചാൽ ചോദ്യം ചെയ്യുന്നു പറഞ്ഞേ. സാറിനായിരിക്കും ഉത്തരവാദിത്തം, കാരണം സാറാണ് അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അവർക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീനിവാസം വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? സാറിൻ്റെ തൊപ്പി മാത്രമല്ല, ചിലപ്പോൾ സാറിൻ്റെ ജീവനും കൂടെ ചിലപ്പോൾ പോയെന്നിരിക്കും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് കൊണ്ടേ അവരെ പിടിച്ചെടുത്തുകൊണ്ട് പോയെടുത്ത് തന്നെ കൊണ്ടേ വിടാൻ പറഞ്ഞു. അതും പറഞ്ഞിട്ട് ശ്രീനിവാസനും കൊണ്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും അയാൾക്ക് ഭയങ്കര ടെൻഷനായി. നേരെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് ശ്രീനി സാർ വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞോ അവരെവിടെയുണ്ടെന്നുള്ള കാര്യം? പറഞ്ഞിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് പറഞ്ഞു. അവരെ എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിൽ കൊണ്ടേയാക്കണം, അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞു. ഞാനാ കൊണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ട്, സാക്ഷികളും ഉണ്ടെന്നാണ് പറയണേ. ശ്രീകാന്ത് പറഞ്ഞു, ഇതുവരെയായിട്ടും അവരുടെ നാവിൽ നിന്നും ഒരു രഹസ്യങ്ങളും പുറത്തു വന്നിട്ടില്ല, അതറിയാതെ അവരെ എങ്ങനെ വിടുന്നതെന്ന് ചോദിച്ചു. തൽക്കാലത്തേക്ക് അവരെ പറഞ്ഞു വിടാം, അവർക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് തോന്നേ, അവരെ ചോദ്യം ചെയ്തിട്ടും കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, അത് അപകടമാണ്, ഒരു പക്ഷെ നമ്മൾ തമ്മിലുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിട്ടുണ്ടല്ലോ, തൽക്കാലത്തേക്ക് അവരെ പറഞ്ഞു വിടാതിരിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല CIക്ക്, ഇത് പെട്ടുപോയത് തന്നെയാണ്. ഇനിയിപ്പോൾ ശ്രീനിവാസനും വെറുതെ ഇരിക്കില്ല. ആ സമയത്ത് ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് പറഞ്ഞു, അച്ഛാ ആ ശ്രീനിവാസൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രശേഖരൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. പിന്നീട് ശ്രീനിവാസൻ വാസവനെ വിളിക്കുകയാണ്. വാസവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. അനിയൻകുട്ടനെ ഇല്ലാതാക്കാതെ നോക്കി, അതുമാത്രമല്ല ജോസഫിനെ രാജേണ്ണയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെന്തേലും ചെയ്യാനും മടിക്കില്ല. ഒരു പക്ഷേങ്കിൽ അനിയൻകുട്ടന് ബോധം വീണ് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും. അവനൊരു ആപത്തും വരാതെ നോക്കണം. പക്ഷേ അവനിപ്പം ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു, സ്ഥലത്തില്ലാന്ന് പറഞ്ഞു. അപ്പം സജീവൻ പറഞ്ഞില്ല അനിയൻകുട്ടൻ എങ്ങോട്ടാ പോയത്, എന്താ എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. വാസുവും പറഞ്ഞ് നമുക്ക് നോക്കാം, ഈ പറയുന്ന ജോസഫിനൊന്നും ഒരു ആപത്തും വരാതെ നോക്കേണ്ട കടമയില്ലേ നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്തോ, എന്താണെങ്കിലും ഞാനും കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വാസവൻ കോള് കട്ട് ചെയ്തു. ഇനി ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇതിൻ്റെ പിന്നിൽ ശക്തരായ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം വാസവനും മനസ്സിലായി. അതേ സമയത്ത് വേദയും വിക്രമൊക്കെ ജീപ്പിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് വേദയെ സ്ഥലമൊക്കെ ഉണ്ട്. വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു. കുറേ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ കൂടെ പോകുന്നത്. പിന്നീട് വേദയോടും വിക്രത്തോടും ഒക്കെ ഗിർവർസ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. വീടോടിയ അല്ല, നിങ്ങളിനിയിപ്പോൾ ഒളിച്ചോടി വന്നാണോ അതോ ഇനിയിപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഓടിച്ചു വിട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, അത് പിന്നെ എനിക്ക് ഇവളെ ഇഷ്ടമായിരുന്നു, ഇവളുടെ വീട്ടുകാർ സമ്മതിച്ചില്ല, അങ്ങനെ എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നുകൊണ്ട് ഇവളെയും വിളിച്ചുകൊണ്ട് പോന്നാന്നൊക്കെ പറഞ്ഞു. അനിയൻകുട്ടൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അനിയൻകുട്ടൻ ആകെപ്പാടെ പേടിച്ച് പറിച്ച മട്ടിലായിരുന്നു. ഒടുവിൽ അവരൊരു പള്ളിമേടൻ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, ഇതെന്താ ഏട്ടാ ഇവിടെ? അതെ, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു, ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം വിക്രം വേദ അവിടെ നിൽക്കുകയാണ്. പിന്നീട് വിക്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ കുർബാന കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ടോ, ഒന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിലേക്ക് വിക്രം പോയി. മനോരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് ദൈവങ്ങളോടായാലും പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, ഒരാപത്തും കൂടാതെ സത്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സഹായിക്കണം. അതുമാത്രമല്ല അനിയൻകുട്ടന് എത്രയും പെട്ടെന്ന് സുഖമാവണം. അനിയൻകുട്ടന് സുഖമായാൽ മാത്രമേ കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വേദി ചോദിച്ചു, ഇത്രയ്ക്ക് വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയണേ,
ഒരുപക്ഷെ ഇവിടം വരെ നമ്മളെ എത്തിച്ചില്ലേ, ഇനിയിപ്പം മുന്നോട്ടുള്ള വഴികൾ നമ്മളെ നയിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് പള്ളിയിൽ അച്ഛൻ എങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും പള്ളിമേടെ രണ്ടുപേരും നിൽക്കുന്ന കണ്ടു. കൂടെ ഒരു ചെറിയൊരു ചെറുപ്പക്കാരനും അനിയൻകുട്ടനും കൂടെ. അങ്ങനെ അച്ഛൻ നോക്കിയിട്ട് അച്ഛൻ അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് ഗീർ വർഗീസ് വന്നു. ഗീർ വർഗീസ് വന്നു കഴിഞ്ഞിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അച്ഛോ, അവർ ഒളിച്ചോടി പോകുന്നവരാ, അവർക്ക് തൽക്കാലത്തേക്ക് ഒരു ഷെൽട്ടർ വേണം. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്, അവർക്ക് താമസിക്കാനുള്ള ഇടം വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അച്ഛന് എന്താ ഏതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഗീർ വർഗീസ് പറഞ്ഞു തൽക്കാലത്തേക്ക് നമ്മുടെ ആ തേയിലത്തോട്ടത്തിന് നടുവിലുള്ള ആ ചെറിയൊരു വീടില്ലേ, അത് കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, കുഴപ്പക്കാരൊന്നും അല്ലോ അല്ലേ? അല്ല, അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു. അവരെ കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ലോ എന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ സാറേ അത് പിന്നെ അച്ഛോ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗീർ വർഗീസിനും പറഞ്ഞ് സൂക്ഷിക്കണം. അവർ ചിലപ്പോൾ കുഴപ്പക്കാരായിരിക്കില്ല, പക്ഷെ അവരുടെ പിന്നാലെ ആയിരിക്കും കുഴപ്പമുണ്ടാകുന്നത്. എവിടെ ചെന്നാലും അവരുടെ പിന്നാലെ കുഴപ്പങ്ങൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് ഗീർ വർഗീസ് ആ തേയിലത്തോട്ടത്തിന് നടുവിൽ ആ വീട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകുട്ടൻ ഇങ്ങനെ ഗീർ വർഗീസിനെ നോക്കണം. പിന്നീട് പേടിച്ചരണ്ട ഭാവത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വല്ലാത്തൊരു പെപ്രാളത്തോടു കൂടി അങ്ങോട്ടേക്ക് കയറി ഓടുവാണ്. ഈ സമയം ഗീർ വർഗീസ് ചോദിച്ചു, അല്ല ഇയാൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, ഈയിടെയായിട്ട് ഇച്ചിരി വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഗീർ വർഗീസ് കൊണ്ടുവന്നു, അതെ ചെറിയ വീടും കാര്യങ്ങളോ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഗ്യാസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കിത് മതി. തൽക്കാലത്തേക്ക് ഒരു ഷെൽട്ടർ, ഞങ്ങൾ അതേ ദിവസമൊന്നും ഇവിടെ നിൽക്കത്തില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗീർ വർഗീസ് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കാൻ പറഞ്ഞ് നമ്പരൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ആ സമയം അനിയൻകുട്ടൻ പറഞ്ഞു, കൊല്ലും, അയാൾ എന്നെ കൊല്ലുമെന്ന് പറയണം. എന്താണ് അനിയൻകുട്ടൻ നീ പറയണമെന്ന് ചോദിച്ചോണ്ട് വിക്രം അനിയൻകുട്ടനെ ചേർത്ത് പിടിക്കുകയാണ്. അതെ, അവരാ വന്നേ, എന്നെ കൊല്ലാൻ വേണ്ടി വന്നാ, എന്നെ കൊല്ലൂന്നൊക്കെ പറഞ്ഞു. വേദയ്ക്കും ഭയങ്കര സങ്കടമായി അനിയൻകുട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പം. വേദ പറഞ്ഞ്, സങ്കടപ്പെടണ്ടാ, ധൈര്യമായിട്ടിരിക്കുക, അവർ കൊല്ലാനൊന്നും വേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയൻകുട്ടനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് വേദ വിക്രത്തോട് പറഞ്ഞു, ഒരുപക്ഷെ അനിയൻകുട്ടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുവാണെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ. വിക്രം പറഞ്ഞു, അങ്ങനെ കൊണ്ടേ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്കങ്ങനെ അധികം പുറത്തിറങ്ങാനൊന്നും പറ്റില്ല, അറിയാലോ. നമ്മളെ ആരെങ്കിലും കണ്ട് ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് എങ്ങാനും നിൻ്റെ ചേട്ടനോ മറ്റുള്ളവരെ അന്വേഷിച്ച് വരുമെന്നും പറയാൻ പറ്റില്ല. വേദ പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, അവരിവിടെ ഒന്നും നമ്മളെ കണ്ടെത്താനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, ഒരു ഉറപ്പും പറയാൻ പറ്റില്ല, കാരണം നമ്മളെക്കാളും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട അനിയൻകുട്ടനെയാണ്. ഏത് നിമിഷവും ചിലപ്പോൾ അനിയൻകുട്ടനെ എന്തും ആപത്ത് വേണം സംഭവിക്കാം. അവനൊരു പോറൽ പോലും എല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.